നിങ്ങൾക്കറിയാമോ, പ്രവേശിച്ചാൽ മരണമുറപ്പുള്ള അല്ലെങ്കിൽ നിഗൂഢതകൾ ഉറങ്ങുന്ന ചില രഹസ്യ ഇടങ്ങൾ ഈ ലോകത്തുണ്ടെന്ന്? മനുഷ്യൻ സ്വന്തം ബുദ്ധിശക്തി കൊണ്ടും സാങ്കേതിക വിദ്യ കൊണ്ടും ഭൂമിയിലെ സകലതിനെയും കീഴടക്കി എന്ന് നാം പലപ്പോഴും അഹങ്കരിക്കാറുണ്ട്. ആകാശത്തിന്റെ അതിരുകൾ ഭേദിച്ച് ബഹിരാകാശത്തേക്കും സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്കും നാം നമ്മുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ ഭൂമിയിൽ ഇന്നും മനുഷ്യർക്ക് പ്രവേശിക്കാൻ കർശന വിലക്കുള്ള ചില നിഗൂഢ ഇടങ്ങളുണ്ട്. ചിലയിടങ്ങളിൽ പ്രകൃതി തന്നെയാണ് മനുഷ്യന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ മറ്റു ചിലയിടങ്ങളിൽ മനുഷ്യൻ തന്നെ തീർത്ത സുരക്ഷാ കോട്ടകളാണ് അതിരുകൾ നിശ്ചയിക്കുന്നത്. അബദ്ധത്തിൽ പോലും ഇത്തരം ചില സ്ഥലങ്ങളിലേക്ക് കടന്നു ചെന്നാൽ മരണം വരെ ഉറപ്പാണ്. സാധാരണക്കാർക്ക് ഒരിക്കലും കടന്നു ചെല്ലാൻ കഴിയാത്ത അല്ലെങ്കിൽ രഹസ്യങ്ങളും അപകടങ്ങളും ഒരുപോലെ പതിയിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ ആ സ്ഥലങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇക്കുറി നമ്മൾ പോകുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന നോർത്ത് സെന്റിനൽ ഐലൻഡ് ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരവും നിഗൂഢവുമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. മനുഷ്യപരിണാമത്തിന്റെ ചരിത്രത്തിൽ ഏതാണ്ട് 60,000 വർഷങ്ങളായി പുറം ലോകവുമായി യാതൊരു സമ്പർക്കവുമില്ലാതെ ജീവിക്കുന്ന ഒരാദിമ ഗോത്ര വിഭാഗമാണ് ഇവിടെയുള്ളത്. ആധുനിക മനുഷ്യന്റെ യാതൊരു സ്വാധീനവുമില്ലാത്ത ഇവർ തങ്ങളുടെ ദ്വീപിലേക്ക് വരുന്ന ഏതൊരാളെയും ശത്രുക്കളായാണ് കാണുന്നത്. അങ്ങോട്ട് ആര് പോയാലും അമ്പുകളും കുന്തങ്ങളും ഉപയോഗിച്ച് അവർ നിഷ്കരണം ആക്രമിച്ചു കൊന്നിരിക്കും. ഇന്ത്യൻ ഗവൺമെന്റ് ഇവിടേക്ക് പോകുന്നതിന് കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അങ്ങോട്ട് പോകുന്നവരുടെ ജീവന് യാതൊരു സുരക്ഷയുമില്ല. മറ്റൊന്ന്, ആധുനിക മനുഷ്യരിലുള്ള സാധാരണ രോഗങ്ങൾ പോലും പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്ത ഈ ഗോത്രവർഗ്ഗക്കാർക്ക് നമ്മുടെ സാന്നിധ്യം ഒരുപക്ഷെ വംശനാശം തന്നെ വരുത്തിയേക്കാം. 2018 ജോൺ അലൻ ചൗ എന്ന അമേരിക്കൻ പൗരൻ വിലക്കുകൾ ലംഘിച്ച് മതപ്രചാരണത്തിനായി ഈ ദ്വീപിലേക്ക് കടക്കുകയും സെന്റിനൽ ഗോത്രക്കാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം ലോക ശ്രദ്ധ ആകർഷിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം പോലും തിരികെ കൊണ്ടുവരാൻ അധികാരികൾക്ക് കഴിഞ്ഞിരുന്നില്ല. അത് ഈ ദ്വീപിന്റെ ഭയാനകത വ്യക്തമാക്കുകയാണ്. ബ്രസീലിന്റെ തീരത്തു നിന്ന് ഏകദേശം 33 കിലോമീറ്റർ അകലെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇൽഹ ഡ ക്യുമാഡ ഗ്രാൻഡെ എന്ന ദ്വീപ് അറിയപ്പെടുന്നത് തന്നെ സ്നേക്ക് ഐലൻഡ് എന്നാണ്. ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ഗോൾഡൻ ലാൻഡ് ഹെഡ് എന്ന ഇനം വിഷപ്പാമ്പുകളുടെ ഏക താവളമാണിത്. ഇവിടെ ഓരോ സ്ക്വയർ മീറ്ററിലും ഓരോ പാമ്പുകൾ വീതം ഉണ്ടെന്നാണ് പൊതുവെ പറയപ്പെടുന്നതെങ്കിലും ശാസ്ത്രീയമായ കണക്കെടുപ്പുകൾ പ്രകാരം ഈ ചെറിയ ദ്വീപിൽ 2000-നും 4000-നും ഇടയിൽ പാമ്പുകൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. എങ്കിലും ഇത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന പാമ്പുകളുടെ സാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ്. ഈ പാമ്പുകളുടെ വിഷം അത്യന്തം മാരകമാണ്. ഇരകളെ വേഗത്തിൽ കീഴ്പ്പെടുത്താൻ പാകത്തിൽ പരിണമിച്ച ഈ വിഷത്തിന് മനുഷ്യന്റെ മാംസം വരെ അലിയിച്ചു കളയാൻ കഴിവുണ്ട്. കടിയേറ്റാൽ നിമിഷങ്ങൾക്കകം ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും മരണം സംഭവിക്കുകയും ചെയ്യും. മുൻകാലങ്ങളിൽ ഇവിടെയുണ്ടായിരുന്ന ലൈറ്റ് ഹൗസ് സൂക്ഷിപ്പുകാരനും കുടുംബവും പാമ്പുകടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് ബ്രസീലിയൻ നാവികസേന ഇവിടേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ഇന്ന് വളരെ അപൂർവമായി കർശന സുരക്ഷയോടെ ഗവേഷകർക്ക് മാത്രമാണ് ഇവിടേക്ക് പ്രവേശിക്കാൻ അനുമതിയുള്ളത്. പോയാൽ മരണമുറപ്പുള്ള മറ്റൊരു സ്ഥലം യുക്രൈനിലെ ചെർണോബിൽ ആണവ നിലയത്തിന്റെ അടിത്തട്ടിലാണ്. 1986 നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തത്തിന്റെ ബാക്കിപത്രമായി ഇന്നും അവിടെ തുടരുന്ന ഒന്നാണ് എലിഫന്റ് ഫുഡ് അഥവാ ആനക്കാൽ എന്നറിയപ്പെടുന്ന ആണവ മാലിന്യ കൂമ്പാരം. റിയാക്ടർ പൊട്ടിത്തെറിച്ചപ്പോൾ ഉരുകിയൊലിച്ച യുറേനിയവും കോൺക്രീറ്റും ഇരുമ്പും മറ്റ് ലോഹങ്ങളും ചേർന്ന് രൂപപ്പെട്ട ലാവ തണുത്തുറഞ്ഞാണ് ഈ ഭീകര രൂപമുണ്ടായത്. ആദ്യകാലങ്ങളിൽ ഇതിന്റെ അടുത്ത് പോകുന്ന ഒരാൾക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ മാരകമായ റേഡിയേഷൻ ഏൽക്കുകയും 2 ദിവസത്തിനകം മരണം സംഭവിക്കുകയും ചെയ്യുമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഇത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ വസ്തുക്കളിൽ ഒന്നായി തുടരുന്നു. ഇതിൽ നിന്നുള്ള അദൃശ്യമായ റേഡിയേഷൻ മനുഷ്യ ശരീരത്തിലെ കോശങ്ങളെ തൽക്ഷണം നശിപ്പിക്കും. ചെർണോബിൽ എക്സ്ക്ലൂഷൻ സോണിലെ ഈ ഇരുണ്ട അറയിലേക്ക് പ്രവേശിക്കുന്നത് സാക്ഷാൽ മരണത്തിലേക്ക് സ്വയം നടന്നു കയറുന്നതിന് തുല്യമാണ്. അമേരിക്കയിലെ നെവാഡ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഏരിയ 51 ലോകത്തിലെ ഏറ്റവും വലിയ സീക്രട്ട് മിലിറ്ററി ബേസായി കണക്കാക്കപ്പെടുന്നു. അന്യഗ്രഹ ജീവികളെ പറ്റിയും പറക്കും തളികകളെ പറ്റിയുമുള്ള നിരവധി കഥകൾ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട്. 2013 വരെ ഇങ്ങനെയൊരു സ്ഥലമേ ഇല്ലെന്നായിരുന്നു അമേരിക്കൻ ഗവൺമെന്റ് ഔദ്യോഗികമായി പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് CIA ഇതിന്റെ അസ്തിത്വം അംഗീകരിക്കുകയുണ്ടായി. അത്യന്താധുനികമായ സൈനിക വിമാനങ്ങളുടെയും ആയുധങ്ങളുടെയും പരീക്ഷണ കേന്ദ്രമാണിതെന്നാണ് കരുതപ്പെടുന്നത്. അതിശക്തമായ സുരക്ഷാ വലയമുള്ള ഈ പ്രദേശത്തേക്ക് സാധാരണക്കാർക്ക് യാതൊരു വിധത്തിലുമുള്ള പ്രവേശനമില്ല. ക്യാമറകളും മോഷൻ സെൻസറുകളും ആയുധധാരികളായ സുരക്ഷാ ഉദ്യോഗസ്ഥരും രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇവിടെ കാവലുണ്ട്. മുന്നറിയിപ്പുകൾ അവഗണിച്ച് അതിനകത്ത് കയറാൻ ശ്രമിച്ചാൽ യാതൊരു ചോദ്യവുമില്ലാതെ വെടിവെച്ച് കൊല്ലാനാണ് സൈന്യത്തിന് ലഭിച്ചിരിക്കുന്ന ഓർഡർ. അതിനാൽ തന്നെ അമേരിക്കയിലെ ഏറ്റവും ഭയാനകമായ നോ ഗോ സോൺ ആണിത്. മരണം ഉറപ്പുള്ളതും ഭരണകൂടം വിലക്കിയിട്ടുള്ളതുമായ മറ്റൊരു സ്ഥലം ഇറ്റലിയിലെ വെനീസിനടുത്തുള്ള പോവേഗ്ലിയ ദ്വീപാണ്. ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഏടുകൾ ഉറങ്ങുന്ന ഈ ദ്വീപ് ലോകത്തിലെ ഏറ്റവും ഭയാനകമായ സ്ഥലങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്.
റോമൻ സാമ്രാജ്യത്തിന്റെ കാലത്തും പിന്നീട് യൂറോപ്പിനെ കാർന്നു തിന്ന പ്ലേഗ് മഹാമാരിയുടെ കാലത്തും രോഗബാധിതരായ ലക്ഷക്കണക്കിന് ആളുകളെ ക്വാറന്റൈൻ ചെയ്യാനും മരിക്കാൻ വിടാനും ഉപയോഗിച്ചിരുന്ന സ്ഥലമാണിത്. മരിച്ചവരെയും ജീവനുള്ളവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് കത്തിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും ഈ ദ്വീപിലെ മണ്ണിൽ കലർന്നിട്ടുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പിന്നീട് 20-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു മാനസികാരോഗ്യ കേന്ദ്രം സ്ഥാപിക്കപ്പെടുകയും അവിടെ ക്രൂരമായ പരീക്ഷണങ്ങൾക്ക് വിധേയരായി നിരവധി രോഗികൾ മരണപ്പെടുകയും ചെയ്തു. ദുരന്താത്മാക്കളുടെ വിഹാര കേന്ദ്രമായാണ് തദ്ദേശവാസികൾ ഈ ദ്വീപിനെ കാണുന്നത്. അവിടേക്ക് പോയ പലർക്കും മാനസിക വിഭ്രാന്തി ഉണ്ടായതായും പറയപ്പെടുന്നു. ഇന്ന് ഇറ്റാലിയൻ ഗവൺമെന്റ് ഇവിടേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. നിയമം ലംഘിച്ച് അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നത് വലിയ കുറ്റകരമാണ്. ചൈനയിലെ ടെറാക്കോട്ട പോരാളികളുടെ പ്രതിമകൾ ലോകപ്രശസ്തമാണ്. എന്നാൽ ഈ പ്രതിമകൾ കാവൽ നിൽക്കുന്ന ചൈനയിലെ ആദ്യത്തെ ചക്രവർത്തിയായ ക്വിൻഷി ഹുവാങ്ങിന്റെ യഥാർത്ഥ ശവകുടീരം ഇന്നും ആർക്കും പ്രവേശിക്കാൻ കഴിയാത്ത ഒരു രഹസ്യ കേന്ദ്രമാണ്. BC 210 നിർമ്മിക്കപ്പെട്ട ഈ വലിയ ഭൂഗർഭ നഗരം ഇന്ന് വരെ ആരും തുറന്നിട്ടില്ല. ചൈനീസ് ഗവൺമെന്റ് ഇതിന്റെ ഉദ്ഖനനം പൂർണ്ണമായും വിലക്കിയിരിക്കുകയാണ്. ഇതിനു പിന്നിൽ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, നിലവിലെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇത് തുറക്കാൻ ശ്രമിച്ചാൽ അതിലെ പുരാവസ്തുക്കൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം, ഈ ശവകുടീരത്തിനുള്ളിൽ ചക്രവർത്തിയുടെ സാമ്രാജ്യത്തിന്റെ ഒരു മാതൃക നിർമ്മിച്ചിട്ടുണ്ടെന്നും അതിലെ നദികളും സമുദ്രങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ദ്രാവക രൂപത്തിലുള്ള മെർക്കുറി അഥവാ രസം ഉപയോഗിച്ചാണെന്നും ചരിത്രരേഖകൾ പറയുന്നു. സമീപകാലത്ത് നടന്ന ശാസ്ത്രീയ പരിശോധനകളിൽ ഈ പ്രദേശത്തെ മണ്ണിൽ അതിമാരകമായ അളവിൽ മെർക്കുറിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് മാരകമായ വിഷവാതകം ശ്വസിച്ച് തൽക്ഷണം മരിക്കാൻ കാരണമാകും. കൂടാതെ നിരവധി മാരകമായ കെണികളും ഇതിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ടത്രേ. മരണം സംഭവിക്കില്ലെങ്കിലും സാധാരണക്കാർക്ക് ഒരിക്കലും പ്രവേശിക്കാൻ കഴിയാത്ത അങ്ങേയറ്റം നിഗൂഢമായ മറ്റൊരു സ്ഥലമാണ് വത്തിക്കാൻ സിറ്റിയിലെ രഹസ്യ ആർക്കൈവ്സ്. അടുത്തിടെ വത്തിക്കാൻ അപ്പോസ്തലിക്ക ആർക്കൈവ്സ് എന്ന് പേര് മാറ്റിയ ഈ സ്ഥലം ഭൂമിക്കടിയിൽ 53 മൈലോളം നീളത്തിൽ പരന്നുകിടക്കുന്ന വലിയൊരു അറിവിൻ്റെയും രഹസ്യങ്ങളുടെയും കലവറയാണ്. ക്രിസ്തുമതത്തിന്റെ തുടക്കം മുതലുള്ള സഭയുടെ നിർണായക രേഖകളും ലോകത്തെ പല രാജാക്കന്മാരും മാർപ്പാപ്പമാരും തമ്മിൽ നടത്തിയ കത്തിടപാടുകളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഗലീലിയോയുടെ വിചാരണയുടെ രേഖകൾ, സ്കോട്ട്ലൻഡിലെ മേരി രാജ്ഞിയുടെ അവസാന കത്ത് തുടങ്ങി ആയിരക്കണക്കിന് ചരിത്രരേഖകൾ ഇതിലുണ്ട്. ഇത് 250 കൊല്ലമായി അടച്ചിട്ടിരിക്കുകയാണ് എന്നൊരു തെറ്റിദ്ധാരണ പൊതുവെയുണ്ട്. എന്നാൽ സത്യത്തിൽ 1881 പോപ്പ് ലിയോ 13 ഇത് ചില പ്രത്യേക ഗവേഷണങ്ങൾക്കായി തുറന്നു കൊടുത്തിരുന്നു. എങ്കിലും വളരെ കർശനമായ പശ്ചാത്തല പരിശോധനകൾക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ചുരുക്കം ചില ചരിത്ര പണ്ഡിതന്മാർക്ക് മാത്രമേ ഇന്നും ഇതിനകത്ത് പ്രവേശനം അനുവദിക്കാറുള്ളൂ. അതും അവർക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ മാത്രം പുറത്തെടുത്ത് നൽകുന്ന രീതിയിലാണ്. നോർവേയിലെ സ്വാൽബോർഡ് ദ്വീപസമൂഹത്തിൽ മഞ്ഞുമൂടിയ ഒരു പർവ്വതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലോബൽ സീഡ് വോൾട്ട് ലോകം അവസാനിച്ചാലും മനുഷ്യരാശിയെ നിലനിർത്താൻ വേണ്ടി നിർമ്മിച്ചതാണ്. ഡൂംസ്ഡേ വോൾട്ട് അഥവാ ലോകാവസാന അറ എന്നാണ് ഇതറിയപ്പെടുന്നത്. ആണവയുദ്ധമോ ഉൽക്കാപതനമോ കാലാവസ്ഥാ വ്യതിയാനമോ മൂലം ഭൂമിയിലെ കൃഷിയും സസ്യലതാദികളും പൂർണ്ണമായും നശിച്ചു പോയാലും പിന്നീട് മനുഷ്യരാശിക്ക് ഭൂമിയിൽ പുനർജനിക്കാൻ ആവശ്യമായ ലോകമെമ്പാടുമുള്ള സസ്യങ്ങളുടെ വിത്തുകളാണ് ഇവിടെ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ നിലവിൽ 10 ലക്ഷത്തിലധികം വിത്തുകളുടെ സാമ്പിളുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന് 45 ലക്ഷത്തോളം വിത്തുകൾ സൂക്ഷിക്കാനുള്ള ശേഷിയുണ്ട് എന്നതാണ് വേറൊരു കാര്യം. ഭൂകമ്പങ്ങളെയും ആണവ സ്ഫോടനങ്ങളെയും അതിജീവിക്കാൻ തക്കവണ്ണമാണ് ഇതിന്റെ നിർമ്മാണം. കൊടും തണുപ്പുള്ള പെർമാഫ്രോസ്റ്റ് മേഖലയായതിനാൽ വൈദ്യുതി നിലച്ചാൽ പോലും വിത്തുകൾ നൂറ്റാണ്ടുകളോളം കേടുകൂടാതെയിരിക്കും. സാധാരണക്കാർക്ക് ഇവിടേക്കും പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. കാഴ്ചയിൽ അതിമനോഹരമെന്ന് തോന്നുന്ന, എന്നാൽ അടുത്തു പോയാൽ മരണം നിശ്ചയമായ ഒരു തടാകമുണ്ട് റഷ്യയിൽ. യൂറൽ പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന കരാച്ചെ തടാകം ലോകത്തിലെ ഏറ്റവും കൂടുതൽ റേഡിയേഷൻ നിറഞ്ഞ മലിനമായ പ്രദേശമായാണ് കണക്കാക്കപ്പെടുന്നത്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ രഹസ്യ ആണവ കേന്ദ്രമായ മായക്കിൽ നിന്നുള്ള മലിനജലവും മറ്റും ആണവ മാലിന്യങ്ങളും തള്ളാനായി ഉപയോഗിച്ചിരുന്നത് ഈ തടാകത്തെയാണ്. ലോകത്തിന് മുന്നിൽ നിന്നും മറച്ചു പിടിക്കപ്പെട്ട ഈ രഹസ്യ നഗരത്തിലെ മാലിന്യങ്ങൾ വർഷങ്ങളോളം തുടർച്ചയായി നിക്ഷേപിച്ചത് മൂലം ഈ തടാകത്തിലെ വെള്ളവും ചുറ്റുമുള്ള പ്രദേശവും അത്യന്തം അപകടകരമായി മാറുകയായിരുന്നു. 90കളുടെ തുടക്കത്തിൽ നടന്ന ശാസ്ത്രീയ പരിശോധനകളിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഈ തടാകത്തിന്റെ കരയിൽ വെറും 1 മണിക്കൂർ നേരം നിൽക്കുന്ന ഒരാൾക്ക് ഏൽക്കുന്ന റേഡിയേഷൻ ഏതാണ്ട് 600 റോൺജൻ ആയിരിക്കും. അതായത് ഒരു മനുഷ്യനെ കൊല്ലാൻ ആവശ്യമായതിലും വളരെ കൂടിയ അളവാണിത്. റേഡിയേഷൻ സ്യൂട്ടില്ലാതെ അങ്ങോട്ട് പോകുന്നത് തീർച്ചയായും മരണത്തിലേക്ക് വഴിതെളിക്കും. പിന്നീട് കൊടിയ വരൾച്ചയുണ്ടായ സമയത്ത് തടാകം വറ്റി വരളുകയും അതിലെ റേഡിയേഷൻ കലർന്ന പൊടിപടലങ്ങൾ കാറ്റിലൂടെ പടർന്ന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളെ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളിലേക്ക് തള്ളിവിടുകയും ചെയ്ത ചരിത്ര സംഭവമുണ്ട്.
ഇതിന്റെ ഭവിഷ്യത്തുകൾ തിരിച്ചറിഞ്ഞ ഗവൺമെന്റ് വലിയ കോൺക്രീറ്റ് ബ്ലോക്കുകളും പാറക്കല്ലുകളും ഉപയോഗിച്ച് ഈ തടാകം പൂർണ്ണമായും മൂടിക്കളയാൻ തീരുമാനിച്ചു. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തടാകം പൂർണ്ണമായും മൂടിയെങ്കിലും ഇന്നും ഈ പ്രദേശം കൊടും വിഷം വമിക്കുന്ന ഒരു റേഡിയേഷൻ ബോംബായി തുടരുകയാണ്. ഭൂമിക്കടിയിലെ ജലസ്രോതസ്സുകളിലേക്ക് ഈ ആണവ മാലിന്യം കലരുമോ എന്ന ഭയം ഇന്നും ശാസ്ത്രലോകത്തിനുണ്ട്. ഇവിടേക്ക് പ്രവേശിക്കുന്നത് ഗവൺമെന്റ് കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സുരക്ഷാ സജ്ജീകരണങ്ങളില്ലാതെ അബദ്ധത്തിൽ പോലും ആരെങ്കിലും ഈ ഭാഗത്തേക്ക് കടന്നു ചെന്നാൽ അവരുടെ ജീവൻ രക്ഷിക്കുക എന്നത് അസാധ്യമാണ്. മനുഷ്യൻ പ്രകൃതിയോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയുടെ ജീവിക്കുന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വിലക്കപ്പെട്ട ഈ ഭൂമി. മിലിറ്ററി ബേസുകളും പ്രകൃതി ദുരന്ത മേഖലകളും മാത്രമല്ല, വാണിജ്യ ലോകത്തെ ചില രഹസ്യങ്ങളും കാത്തു സൂക്ഷിക്കുന്നത് ഇരുമ്പ് മറകൾക്കുള്ളിലാണ്. അതിലേറ്റവും പ്രശസ്തമായത് അമേരിക്കയിലെ അറ്റ്ലാന്റയിലുള്ള കൊക്കോകോളയുടെ രഹസ്യ അറയാണ്. കൊക്കോകോളയുടെ യഥാർത്ഥ ഫോർമുല അഥവാ ഒറിജിനൽ റെസിപ്പി ഒരു വലിയ ഹൈടെക് വോൾട്ടിനുള്ളിലാണ് പൂട്ടിവച്ചിരിക്കുന്നത്. ലോകത്താകെ 2 പേർക്ക് മാത്രമേ ഈ ഫോർമുല അറിയൂ എന്നും അവർ ഒരിക്കലും ഒരുമിച്ച് ഒരു വിമാനത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്നുമൊക്കെയുള്ള കഥകൾ കമ്പനി തന്നെ തങ്ങളുടെ മാർക്കറ്റിംഗിന്റെ ഭാഗമായി പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ രഹസ്യക്കൂട്ട് സൂക്ഷിച്ചിരിക്കുന്ന അറയുടെ സുരക്ഷ വളരെ യാഥാർത്ഥ്യമാണ്. ആംഡ് ഗാർഡുകളും വിരലടയാള സ്കാനറുകളും അടങ്ങുന്ന വലിയ സുരക്ഷാ വലയം ഭേദിച്ച് ഇതിനുള്ളിലേക്ക് കടക്കാൻ സാധാരണക്കാർക്ക് സാധ്യമല്ല. പ്രകൃതിയുടെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മുടെ തന്നെ ചരിത്രവും ഭാവിയും സുരക്ഷിതമായി കാത്തുസൂക്ഷിക്കാനും മനുഷ്യൻ ഇത്തരം അതിരുകൾ സൃഷ്ടിക്കുന്നത് സ്വാഭാവികമാണ്. സെന്റിനൽ ദ്വീപിലെ ആദിവാസികളെ അവരുടെ പാട്ടിന് വിടുന്നത് നാം അവരോട് ചെയ്യുന്ന നീതിയാണ്. ചെർണോബിലിലെയും പോവോഗ്ലോയയിലെയും വിലക്കുകൾ നമ്മെ മരണത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നു. ഏരിയ 51ഉം വത്തിക്കാൻ ആർക്കൈവ്സും മനുഷ്യന്റെ അധികാരത്തിന്റെയും രഹസ്യ സ്വഭാവത്തിന്റെയും പ്രതീകങ്ങളായി അങ്ങനെ നിലകൊള്ളുന്നു. ശാസ്ത്രം എത്ര വളർന്നാലും സാങ്കേതികവിദ്യ എത്ര പുരോഗമിച്ചാലും ഈ ഭൂമിയിൽ ചില വാതിലുകൾ എന്നും കൊട്ടിയടക്കപ്പെട്ടതായി തന്നെ നിലനിൽക്കും. കാരണം ചില രഹസ്യങ്ങൾ അറിയാതിരിക്കുന്നതും ചിലയിടങ്ങളിൽ പോകാതിരിക്കുന്നതുമാണ് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് എപ്പോഴും നല്ലത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.